നമസ്കാരം. വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ നുണബോംബ് ഒരിക്കൽ കൂടി ചീറ്റിപ്പോയി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹരിയാനയിലെ 2024 തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബുമായി രംഗത്ത് വന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് വെറും നനഞ്ഞ പടക്കമായി മാറി എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഹരിയാനയിൽ 50 ലക്ഷത്തോളം കള്ള വോട്ട് നടന്നു, 25 ലക്ഷത്തോളം ഇരട്ട വോട്ട് നടന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിന് ഉദാഹരണമായി ഒരു ബ്രസീലിയൻ മോഡൽ, ഒരു ബ്രസീലിയൻ സുന്ദരിയുടെ ചിത്രം കാണിച്ചിട്ട് ബ്രസീലിയൻ സുന്ദരി 10 ഇടങ്ങളിലായി 22 തവണ വോട്ട് ചെയ്തു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ. CT, സരസ്വതി, പിങ്കി തുടങ്ങിയ പേരുകളിലൊക്കെ വോട്ട് ചെയ്തു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയുടെ വാദത്തെ പൊളിച്ചുകൊണ്ട് CT എന്ന ഹരിയാനക്കാരി രംഗത്ത് വന്നിരിക്കുന്നു. താൻ ആ മണ്ഡലത്തിലെ, ആ ബൂത്തിലെ യഥാർത്ഥ വോട്ടറാണെന്നും താൻ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും CT എന്ന പേരിൽ പറയുന്ന പിങ്കി സിംഗ് വെളിപ്പെടുത്തുന്നു. താൻ യഥാർത്ഥ വോട്ടറാണ്, താൻ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം തെറ്റായി വന്നതാണ്. ഇത് 2012 മുതൽ തന്നെ ഇത്തരത്തിലുള്ള പിശകുണ്ട്. 2012 തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയതാണ്. പലതവണ പരാതി പറഞ്ഞിട്ടും ആ പിശക് തിരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പിങ്കി സിംഗ് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ബ്രസീലിയൻ സുന്ദരിയുടെ ചിത്രം മാറിപ്പോയതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തം. പക്ഷേ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ അഡ്രസ്സിലുള്ള, വീട്ടിന്റെ അഡ്രസ്സിലുള്ള ആ ബൂത്തിലുള്ള വോട്ടർ യഥാർത്ഥ വോട്ടറാണ്. ഇത് CTയുടെ കാര്യത്തിൽ മാത്രമല്ല, സരസ്വതി തുടങ്ങിയ പേരുകളിൽ പറയുന്ന 3 പേർ ഇതിനകം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു. അവർ 3 പേരും ഹരിയാനയിലെ യഥാർത്ഥ വോട്ടർമാരാണ് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, രാഹുൽ ഗാന്ധി പറയുന്ന 50 ലക്ഷം കള്ള വോട്ടുകൾ, ആ കള്ള വോട്ടുകൾ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാർ എവിടെയായിരുന്നു? വോട്ടർ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞ് അതിന്റെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും തർക്കമുണ്ടെങ്കിൽ പറയാം. ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് എന്തുകൊണ്ട് ഇരട്ട വോട്ട് തങ്ങളുടെ ബൂത്തുകളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാജ വോട്ടുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്തില്ല? അന്ന് ഒരു പരാതിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. 86,000-ലധികം പോളിംഗ് ഏജന്റുമാരാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ഏജന്റ് പോലും പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 1 വർഷങ്ങൾക്കിപ്പുറം ഒരു വിവാദത്തിന്റെ പുകമറ സൃഷ്ടിക്കുക, അതിലൂടെ ഒരു മാധ്യമ ശ്രദ്ധ നേടുക, ഇത് മാത്രമാണ് നുണബോംബുമായി എത്തിയ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. അല്ലാതെ എന്തെങ്കിലും തരത്തിൽ തെളിവുകൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ പരാതിയായി നൽകൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് കമ്മീഷൻ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിക്കാമല്ലോ. രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള തെളിവുകൾ ശരിയാണെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിന് നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യുമല്ലോ. അപ്പോൾ ഈ 2 സംവിധാനങ്ങളും, ഈ 2 മാർഗങ്ങളും രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സമീപിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ചില ഡേറ്റകൾ വെച്ചുകൊണ്ട് ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുക, ഒരു വിവാദത്തിന്റെ പുകമറ സൃഷ്ടിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന തന്ത്രവും ശൈലിയും. ഇത് കേവലം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. ഇത് കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നടത്തുന്ന പൊറാട്ട് നാടകമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ബാംഗ്ലൂരിലെ ചോരി ആരോപണം, വോട്ട് ചോരി ആരോപണം തന്നെ പൊളിഞ്ഞു പാളീസായി പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ആരൊക്കെയോ കുരുക്കിയ കുരുക്കിൽ, ആരൊക്കെയോ ഒരുക്കിയ കെണിയിൽ ജൻസികൾക്ക് വേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകം അതിപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.